ഇന്ന് ശനിയാഴ്ചയാണ്. കാറ്റൊക്കെ ഉണ്ട്, പക്ഷെ 27 ഡിഗ്രി എന്നാണ് കാണിച്ചത്. അതുകൊണ്ട് സൺസ്ക്രീമൊക്കെ പുരട്ടി. ഈ സൺസ്ക്രീമിൻ്റെ പ്രത്യേകത തന്നെ കുറച്ചേ ഉണ്ടാവുള്ളൂ, പെട്ടെന്ന് തീരും ചെയ്യും. ഈ വലിയ സൺസ്ക്രീം ഏതെങ്കിലും 30 or 50 ഉണ്ടെങ്കിൽ അറിയിക്കണേ. അപ്പോൾ നമ്മളിന്ന് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമുക്കൊരു കല്യാണം വരുന്നുണ്ട് ഈ വരുന്ന മാസം. അപ്പോൾ അതിന് ഡ്രസ്സ്, കുറച്ച് പളപള ഡ്രസ്സ് എടുക്കണ്ടേ. അപ്പോൾ അതിനു വേണ്ടി പോവാണ്. എനിക്ക് ഡ്രസ്സുണ്ട്, കോട്ട് സൂട്ട്, അത് ഇട്ടാൽ മതി. പക്ഷെ അവൾക്ക് എന്തെങ്കിലും അങ്ങനെ, അവർക്ക് അങ്ങനെ ഫോർമൽ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് പളപള ഉള്ള വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ വേണ്ടി പോവാണ്. അവൾ വേറൊരു വഴിക്ക് പോയി നേരെ അവിടെ എത്തും. ഞാനപ്പോൾ ഇവിടുന്ന് 19 മിനിറ്റ് ഉള്ളൂ. ഏഷ്യൻസ് എന്നാണ് അതിൻ്റെ പേര്. കുറച്ച് വളവള കിട്ടാൻ അങ്ങനെയുള്ള സ്റ്റോറിലല്ല, ടെക്സ്റ്റൈൽസിൽ പോയാലല്ലേ കിട്ടുള്ളൂ. ഏകദേശം ഒരു $100 ആവും. ടാക്സും കൂടെ കൂട്ടിയാൽ അതിൻ്റെ ഒരു 13% കൂടെ എക്സ്ട്രാ വരും. 100-125 വരാൻ ചാൻസ് ഉണ്ട്. 6 മിനിറ്റ് ഉള്ളൂ. എനിക്ക് അത്ര അടുത്താ? വാട്ട്, സത്യോ? എന്തുപറ്റി? പതിനഞ്ച് മിനിറ്റ്. അതെ, എടുത്തേം ചോദിക്കട്ടെ. ഒരു പൂച്ച അങ്ങനെ നടന്നു പോണ്. എന്താ പൂച്ചേ? എവിടെ എത്തി? അതിൻ്റെ ബസ് സ്റ്റോപ്പ് അല്ലേ? ഓക്കെ, ഞാൻ ഇപ്പോൾ എത്തും. എന്താ? ഒരു മിനിറ്റ് ഞാൻ ക്രോസ് ചെയ്യട്ടെ. ഒരു മിനിറ്റ്. എന്താ പറഞ്ഞേ? ഒരു ലൊക്കേഷനാണ്. ഓക്കെ, ബാക്കോട്ടാണ് പോകേണ്ടത്. നമുക്ക് ബാക്കോട്ടേക്ക് തിരിക്കാം. ഒരു ചെറിയ നല്ല ഭംഗിയുള്ള, ആരും താമസിക്കാത്തൊരു വീട് പോലെ. ഹലോ, വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു മിനിറ്റ്. ഓക്കെ. എന്താ നീ നേരത്തെ പറഞ്ഞേ? ഈ ലൊക്കേഷൻ ഇപ്പോൾ ഞാൻ ഇതിലൂടെ അല്ല വരുന്നത്, ഊടുവഴിയിലൂടെയാണ് വരുന്നത്. 10 മിനിറ്റുള്ള അടുത്തും. ഇവിടുന്ന് സൈക്കിൾ വരാനുള്ള ദൂരമുള്ള അടുത്താണ്. 10 മിനിറ്റിനുള്ളിൽ എത്തും. നീ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നോക്കി വെച്ചോ. ഒരു മിനിറ്റ്, ഞാൻ ലൊക്കേഷൻ നോക്കട്ടെ. വെക്ക്. നമ്മൾ ഈ ലൊക്കേഷനിൽ ചില സമയത്ത് എല്ലാം കൂടെ പോവും. നമുക്ക് ഇതന്നെ കാണിക്കുന്നത്. 27 ഡിഗ്രി. ഹേ ഗൂഗിൾ, വാട്ട്സ് ദ വെദർ നൗ? ഇത് കട്ട് ചെയ്തില്ലേ? പത്തിങ്ങാണ്ട് പോയി മേപ്പിൾ ട്രീ നോക്കിയ ചോന്ന് വന്നിട്ടുള്ള. ഓക്കെ, ഇവിടുന്ന്
ഇവിടുന്ന് റൈറ്റ്. കോളറിലിട്ടിരുന്ന ഇവിടെ ഈ ഭാഗം സൺ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നു. അവിടെ ചർച്ച് യുണൈറ്റഡ് ചർച്ച്. സെമിനോൾ അവന്യൂ, സെമിനോൾ അവന്യൂ, മിറമാർ ക്രസന്റ് എന്നാണ്. എന്താ ക്രസന്റ്? റെഡ് ക്രസന്റ്. അയാളെങ്ങനെ പുറത്ത് കാറ്റ് കൊണ്ടിരിക്കുകയായിരുന്നു. എന്തുകൊണ്ട് ഇവിടെ നിന്ന് ഇടത്തോട്ട് പോകണം. നേരെ പോയി എടുത്തോട്ട്. അന്ന് വേറെ വണ്ടി വരുന്നുണ്ട്. എല്ലാം ഒരു കാൽക്കുലേഷനിലാണ് പോണ, ബ്രേക്ക് ഇല്ലാത്തോണ്ട്. പറഞ്ഞതും എന്തോ ആയി. അങ്ങനെ പോയോ? ഇതൊക്കെയാണ് ചിരിക്കാനൊക്കെയാണ് പാട്. എൻ്റെ ലേസും കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. ലേസ് അതിൽ കുടുങ്ങിപ്പോയി. ഫിഷ് ഫ്രൈയോ? ഇവിടുന്ന് എങ്ങോട്ടാ? ക്രോസ് ചെയ്യണമെന്നാണ് കാണിക്കുന്നത്. ലൈബ്രറി ഈ ഭാഗത്താണ്. വീണ്ടും സ്റ്റാർട്ട് എന്ന് കാണിക്കണല്ലോ. മീറ്റർ സ്ട്രെച്ച്. ഇതെന്തൊരു സ്റ്റോപ്പാണ്? ഇവിടുന്ന് ഇനി ക്രോസ് ചെയ്യണം. വണ്ടികൾ എന്തെങ്കിലും ഉണ്ടോ? ഇത് സെമിനോൾ. അവിടെ ഒരു ട്രെയിലുണ്ട്, നല്ല ഗാർഡൻ പോലുള്ള സ്ഥലം. ഇത് കഴിഞ്ഞ ഇറക്കാണ്, റിസ്ക്കാണ്. ചുവന്ന ഇലകൾ. ഇറക്കം നേരെ ബ്രേക്ക് ഇല്ലാതെ ഇറങ്ങിയാൽ വളരെ റിസ്ക്കാണ്.
15 ബെൻഡല് കല്ലിട്ടിക്കുക ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ നല്ല ഭംഗിയിൽ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു റൂൾ എന്നുള്ളത്. മതി ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചവിട്ടാതെ പോയ റിസ്ക്കാണ്. ഉരുട്ടി കൊണ്ട് ഇല്ലെങ്കിൽ റിസ്ക്കാണ്. 10 മിനിറ്റും കൂടെ. ബൈക്ക് റോഡ് സൈഡിലൊക്കെ നിർത്തിടാൻ പറ്റുമോ? ഈ ബ്രേക്ക് നമ്മൾ ഡിസ്ക് ആക്കുന്ന നല്ലെന്നുണ്ട്. ബിക്കോസ് ഓക്കെ ഇനി ഇവിടെ ഉള്ള ഒരു റോഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് കൺഫ്യൂസിങ് റോഡാണ്. നേരെ പോയി ഒരു ട്രെയിനിൽ ഇറങ്ങലത് അതാണോ ഡൗട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടുന്ന് എവിടെ ഒരു റൈറ്റിലേക്ക് ഇറങ്ങുന്ന ഒരു ട്രെയിൻ ഉണ്ടല്ലോ, ഇതാ അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതല്ല, ഇവിടെ എഴുതി വെച്ചിട്ടുള്ളതാണ് കാര്യം. അതുമല്ല ഇവിടെ ഒരു ഇതാണ് കുറഞ്ഞ ഇതിലൂടെ പോവാം അപ്പം തൽക്കാലം. ഇവിടെയാണ് ആ ട്രെയില്. ഇവിടെ തന്നെ ഇതാ. എനിക്ക് 2 പ്രാവശ്യം തെറ്റ് ഇതാണ് ഏതാ വഴി എന്നുള്ള കൺഫ്യൂഷൻ വന്നിട്ട്. No winter maintenance on this pathway. All right. ഇവിടെ നമ്മൾ ഉന്തിക്കൊണ്ടോ ഇല്ലെങ്കിൽ ആകെപ്പണിയാണ്. ഇതൊക്കെ തോംസൺ പാർക്കിൻ്റെ ഓരോ ഇടനാഴികളാട്ടോ ശരിക്കും. നമ്മൾ തോംസൺ പാർക്ക് കേട്ടണോ കണ്ടണോ? മുമ്പുള്ള വീഡിയോയിലൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട്. അല്ലെങ്കിൽ ഒന്ന് റിക്വസ്റ്റ് ഒന്ന് ഈ ചാനലിൽ തന്നെ അടിച്ച് നോക്കിയാൽ മതി. അതിലുണ്ട് തോംസൺ പാർക്കിൽ വെച്ചിട്ടാണ് നടക്കൽ. ഇതൊക്കെ കാടൊക്കെ ഇങ്ങനെ കൂടിക്കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെടും. അവരിപ്പോൾ മെയിൻ്റനൻസ് കുറവാട്ടോ. കഴിഞ്ഞ വർഷം പിന്നെ ഒരു മെയിൻ്റനൻസ് ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം തീരെ വരെ ഇതിലൊരു ശ്രദ്ധ ഇല്ലായിരുന്നല്ലോ. എന്നിട്ട് കാട് പിടിച്ച് കിടക്കുക. കുറച്ചൊന്ന് സൈക്കിളിൽ പോവുക ട്രെയിൽ, എന്നിട്ട് ഇടുക്കൊന്ന് ഇറങ്ങുക. നോക്കിയാ ചെടികളൊക്കെ വളർന്ന് അതിലൂടെ ഒക്കെ കയറാൻ തോന്നുന്നുണ്ട്. ഞാൻ തിരിച്ചു റൈറ്റിലേക്ക് എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ തെളിച്ചുള്ള ഭാഗത്തെത്തി. അയ്യോ 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 റിസ്ക വേണ്ട കേട്ടോ.
ഇവിടുന്ന് ഇങ്ങോട്ട് ഇറക്കുമ്പോഴേ ഞാൻ ഇങ്ങനെ ഒരു ഇതിലാണ് തെന്നി വീണിട്ടുണ്ടായിരുന്നത്. അതായത് അന്ന് പുലർച്ചെ ഒരു സമയമായിരുന്നു. പുലർച്ചെ എന്ന് പറഞ്ഞാൽ അധികം പുലർച്ചെ അല്ല, ഒരു 6 മണി എറ്റാൻ തോന്നുന്നുണ്ട്. നമ്മൾ പോകുമ്പോൾ കാണാം അത് ആ ഭാഗം അവിടെ തന്നെ ആണെന്നുള്ളത്. ഇവിടാണോ? ഇവിടാണ് നമ്മൾ തെന്നിയുന്നത്. കുറച്ചൊരു വെള്ളം ഉണ്ടായിരുന്നു, വിൻ്റർ അല്ലാത്തതുകൊണ്ട് അധികം ശ്രദ്ധിച്ചില്ല. അപ്പം ഇങ്ങനെ പോവുക. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ അങ്ങനെ ചെരിഞ്ഞിട്ടല്ല, അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ബൈസൈക്കിൾ ചെരിക്കുമല്ലോ, ആ ചെരിച്ചില്ലാണ്ട് സ്കിഡായി. എന്നിട്ട് അവിടെ വീണ് അവിടെ നിരങ്ങിപ്പോയി. പക്ഷേ അന്ന് ജീൻസ് ആയിരുന്നു ഭാഗ്യത്തിനിട്ട്. ഇന്ന് പെട്ടത് ഈ മറ്റേ എന്താ പറയുക, അങ്ങനെ ഒരു വെൽബെൽ ടൈപ്പ് സംഗതിയാണ്. അന്ന് ജീൻസ് ആയതുകൊണ്ട് അധികം ജീൻസും കേടായില്ല. പിന്നെ കുറച്ച് തണുപ്പുള്ളതുകൊണ്ട് ഞാൻ ഗ്ലൗ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതും പ്രശ്നമായില്ല. പിന്നെ കൈമുട്ട ഏതായാലും അതും വിഷയമായില്ല. എല്ലാം ദൈവാനുഗ്രഹം. ഇനി 7 മിനിറ്റും കൂടെ ഉണ്ട്. 9 കിലോമീറ്റേഴ്സ് ഏരിയ. ഇത് കയറണോ ചവിട്ടി കയറ്റണോ? ഇത് ഇങ്ങനെ ആവില്ല, ഒരു കൺഫ്യൂഷനല്ലോ. ഈ ലൈനായിരിക്കും. യെസ്, ഓപ്പോസിറ്റ്. ഇവിടെ എന്തൊക്കെ SFI എന്ന് എഴുതുന്ന പോലെ വരെ എന്തൊക്കെ എഴുതി വെച്ചാണ്. MBLP ഗ്രാഫിറ്റി വർക്ക്. ഓ, അതിൻ്റെ ബാക്കിലൊക്കെ എഴുതി വെക്കണായിരുന്നു. ആരാൻ്റെ വീടിൻ്റെ പിന്നിലൊക്കെ. ഇവിടെയൊക്കെ കുറേ മൽബറി കാണാട്ടോ, കണ്ടില്ലേ? ഇഷ്ടം പോലെ മൽബറി ചെടികളുണ്ടല്ലോ ഈ കാട്ടിന്. മരിമത്ത് പെട്ട് ഇതൊക്കെ താഴ്ത്തണ്ടോ മൽബറി? ഓ, താഴ്ത്ത് വയ്ക്കാൻ മതി മൽബറി ഉണ്ടോയെന്ന് അറിയാൻ. കാരണം എല്ലാം ഫുള്ളിങ്ങനെ ചതഞ്ഞടക്കും. ഇവിടെ കണ്ടോ, ഇരിക്കാം. നേരെ വന്നിട്ട് ലെഫ്റ്റില്ലേ, ഇവിടുന്ന് ലെഫ്റ്റ്. ഫ്രണ്ട്സ് ഓഫ് ദ പാർക്ക്. ഇങ്ങനത് പുതിയതാണല്ലോ. ഇങ്ങനൊരു ഇതിൽ കയറിയായിട്ട് ഓർമ്മയില്ല. കണ്ടോ വെള്ളമൊക്കെ. പിന്നെ എത്ര മിനിറ്റ് ഉണ്ട്? കാടിൻ്റെ സൈഡിലൊക്കെ വീട്. പക്ഷെ അവർക്കൊക്കെ പ്രോപ്പർ എക്സിറ്റ് ഉണ്ടാവും കേട്ടോ. ഇതിലൂടെ ഇല്ല, ഇത് റിസ്കാ. ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇതാണോ അതിൻ്റെ അപ്പുറത്താണോ ഒരു കൺഫ്യൂഷൻ. നോക്കാം. ഓക്കെ, ഈ ഇതിലൂടെ കയറണ്ടേ. നമ്മൾ അതിലൂടെ ഒക്കെ പോയാണ്, ഇതിലൂടെ പോയിട്ടില്ല. പോയി നോക്കാം. അപ്പോൾ ഇതിലൂടെ ഏതായാലും വണ്ടി എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ആ വീടിൻ്റെ അപ്പുറത്തൊക്കെ പ്രോപ്പർ എക്സിറ്റ് ഉണ്ടാവും. എന്നാലോചിക്കുക, അവരൊക്കെ ഭാഗ്യം. ചെടികളിൽ നിന്നുള്ള ഓക്സിജനൊക്കെ ഇവിടെ നിന്ന് നടക്കുന്നുണ്ടല്ലോ. ഈ ഭാഗത്തോട്ട് നമ്മൾ വന്നിട്ടില്ല.
സൗണ്ടൊക്കെ ഒച്ചപ്പാടുണ്ട്. തോംസൺ പാർക്ക് പോയാൽ നല്ല ആൾക്കൂട്ടുണ്ട്. ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സമ്മർ ഫെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന പോലെ. അതാ ആഫ്രിക്കാരാണെന്നുണ്ട്. ഒരു ഭാഗത്ത് ആഫ്രിക്കാർ, ഇവിടെ ഏഷ്യൻസ്. ഈ കയറ്റം കമാണ്ടോട് 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 ബിസ്മില്ലാ 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 ബിസ്മില്ലാ. നമ്മൾ സക്സസ്ഫുള്ളി ആയിട്ട് കയറ്റി. ഓക്കെ, ഇനി അവിടെ നിന്ന് എന്താ പറക്കണ മൽബറി. ഇനി ഇവിടെ നിന്ന് അടുത്തോട്ടാണ്. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ ആയിരിക്കും മിക്കവാറും എത്തുക. അതിലൂടെ കയറിയാലെത്തും, ഇതിലൂടെ പോയാലെത്തും. കറക്റ്റല്ലേ നമ്മൾ? ഓക്കെ, ഹലോ. കറക്റ്റ് 3 മിനിറ്റ്. എന്തെങ്കിലും ഉണ്ടോ? കളക്ഷൻ ഉണ്ടോ? നോക്കാം. വഴി മാറിയോ? പോസ്റ്റാണല്ലോ. ഇതിലൂടെ അപ്പോൾ ഇതിലൂടെ കാണിക്കുന്നു. ഓക്കെ, പിന്നെ റോഡ്. അവന് റണ്ണി നോക്കിയ ബാക്കിൽ ഇത് കെട്ടി വെച്ചിട്ട് ഉഷാറാട്ടോ. അത്ലറ്റ് ഒന്ന് കണ്ടാൽ തോന്നില്ല, പക്ഷേ എൻ്റെ പൊന്നോ, എത്ര മിനിറ്റ് ഉണ്ട്? കുറച്ച് വെള്ളം കുടിക്കണം. നമുക്ക് തുടരാം.
ട്രെയിനിലൂടെ 3 മിനിറ്റ് ഉള്ളൂ. അടുത്താണ് സംഗതി. ഇനി ഇറക്കങ്ങളൊന്നും വരരുതേ, കയറ്റങ്ങളും അതുപോലെ തന്നെ. രണ്ടും നമുക്ക് ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് പണിയാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത്. അപ്പോൾ ലെഫ്റ്റിലേക്ക് പോവാന്ന് വിചാരിക്കുന്നു. ലേറ്റ് നൈറ്റ് പീസ് അവിടെ ഉണ്ടോ? സൂപ്പർ മാർക്കറ്റ് പിന്നിലോ? നെക്സ്റ്റ് ഇതിലോ? ഫ്രണ്ട്ലി ടാക്സ് സർവീസ്, ബിസിനസ് രജിസ്ട്രേഷൻ, പേറോൾ, HST ഫയലിംഗ്. ഫോൺ ഇപ്പം തന്നെ ടപ്പടപ്പ് എന്ന് പറഞ്ഞ വീടായിരുന്നു. നോക്കാം ഇവിടുന്ന്. ഇത് ക്രോസ് ചെയ്താൽ നമ്മൾ മിക്കവാറും അത് കാണുമായിരിക്കും. ഇവിടെ ഇതേപോലെ ഇറക്കാണ്. ഇതായിരിക്കും മിക്കവാറും. ഇതല്ലേ? തന്നെ. ക്വാളിറ്റി ഫോർ എവർ. 9 മണിക്കാണ് കൂട്ടുക.
പിടിച്ചിട്ടുണ്ടല്ലോ അവരെ. ഫുൾ ഓവർ ചെയ്യുന്നതല്ല അവരെ, ഫുൾ ഓവർ. It's okay, it's okay. Thank you. ഇവരൊക്കെ ചോദിച്ചു കഴിഞ്ഞ് വരികയാണ് മക്കളെ, ചോദിച്ചു കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് കുറേ നോക്കി, ഒരു സ്ഥലത്ത് നോക്കി. അപ്പോൾ ആ സ്ഥലത്ത് ഒരു തമിഴ് ടച്ചാണല്ലോ കേട്ടോ. അവിടെ എത്ര $121 ഡ്രസ്സ്. അപ്പോൾ സെയിൽ വരുമ്പം $80-something. പക്ഷെ ഒരു തമിഴ് ടച്ചാണ്. അങ്ങനെ അടുത്തുള്ള കടകളിൽ പോയി നോക്കാമെന്ന് വിചാരിച്ച്, ഒരു മുസ്ലിം ടച്ചുള്ള. അപ്പോൾ ഒന്നും ഇഷ്ടപ്പെട്ടു, പക്ഷെ സൈസ് ഇല്ല. അതും ഏകദേശം ഇതേ സെയിം റേറ്റിലൊക്കെ തന്നെയാണ് കേട്ടോ വരുന്നത്, ഒരു 70-80 ഒക്കെ. അങ്ങനെ ഇതുണ്ടാവും, പക്ഷെ അങ്ങനെ പെട്ടെന്ന് തപ്പുമ്പോൾ കിട്ടൂലല്ലോ. പിന്നെ അടുത്ത് പോയി നോക്കിയപ്പോൾ വലിയ കളർഫുൾ അല്ലാത്ത ഡ്രസ്സ്, പക്ഷേ രസമുണ്ട്, പക്ഷേ കളർഫുൾ അല്ലാത്ത ഡ്രസ്സ്. അതുകൊണ്ട് അതും അങ്ങനെ വാങ്ങിയില്ല. ഇനി ഈ ആഴ്ച, വരുന്ന ആഴ്ച ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ മറ്റേ തമിഴ് ഡ്രസ്സ് പിന്നെ എടുക്കാൻ വേണ്ടി ആ ഷോപ്പിൻ്റെ അടുത്ത് വരെ പോയി, പക്ഷെ ചൂസ് ചെയ്തില്ല. ഞാൻ പോകുന്ന ഒരു പരിപാടി, പ്രഭാഷണം ഉണ്ട്. അപ്പോൾ 7 മണി മുതൽ 9:30 വരെയാണ്. അപ്പോൾ 7:30 അവിടെ എത്തും. കുറേ ആൾക്കാരുണ്ടല്ലോ, എല്ലാം ചോദിച്ച് കഴിഞ്ഞ് വരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 14 മിനിറ്റും കൂടെ. അപ്പോൾ 7:15 ഉണ്ടാവും. ഇപ്പോൾ ഇതാണ് ട്രിപ്പ് ഫെസ്റ്റ് വരാൻ പോകുന്നുണ്ട്. വലിയതൊന്നുമില്ല, ഒരു ഗംഭീരമായിട്ട് നടത്തും, ആൾക്കാർ വരും, അതൊക്കെ തന്നെ. അത് നമ്മൾ വരുന്ന റോഡാട്ടോ, ഈ റോഡ് ഇതിലൂടെ പോയിട്ടുണ്ട്. ഓ, നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഏകദേശം
പോയ ഭാഗങ്ങളാണ്. ഇത് മോർണിംഗ് സൈഡ് ഭാഗത്താണ് തോന്നുന്നുണ്ട് പോകുന്നത് നമ്മളിങ്ങോട്ട്. പക്ഷേ അവിടെ നമ്മൾ റൈറ്റിലേക്കാണ് പോയത്, നമ്മൾ ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. എന്തിനായിരുന്നു അങ്ങോട്ട് പോയത്? അവളെ ഒരു ട്യൂഷൻ ക്ലാസ് ഉണ്ടായിരുന്നു ആ ഒരു സ്ഥലത്ത് ഫസ്റ്റ്. പിന്നെ അവിടെ നിന്ന് മാറി, കാരണം അയാൾ കുറേ റിലീജിയസ് ടോക്കൊക്കെ ചെയ്യണം. അപ്പോൾ ഇത് പൈസ കിട്ടുമോ, വോളണ്ടറി സർവീസ് എന്നൊക്കെ പറയുന്നത്, പൈസ കിട്ടുമോ ഇല്ലെന്നുള്ള അറിയാത്തതുകൊണ്ട് അത് അവിടെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ വോളണ്ടറിക്കല്ലല്ലോ വർക്ക് ചെയ്യണത്. അപ്പോൾ ഒരു സമയത്ത് ചില സമയത്ത് വേണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു കുറച്ച് ഏഷ്യൻസിൻ്റെ ഇടയിൽ ഫേമസ് ആയ ഒരു പ്രോട്ടോൺ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അവിടേക്ക് പിന്നെ ജോയിൻ ചെയ്തു. ചില സ്ഥലത്ത് ഈ ആൾക്കാരെ ലൈറ്റ് ക്ലോസ് ആവുന്നതോടുകൂടെ തന്നെ മറ്റേ ക്ലോസ് ആവും. കാറ്റുണ്ടല്ലോ. റിലീസ് nothing but spice. ഇവിടെ ഒരു പള്ളിയുണ്ട്, ഫേമസ് പള്ളി, ജന്ന. ഫേമസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫേമസ് നമ്മളവിടെ ഉള്ള അബൂബക്കർ. അബൂബക്കർ വലിയ പള്ളി, ഇതൊക്കെ ചെറിയ പള്ളികളാണ്. ബ്രേക്കില്ലാത്തതുകൊണ്ട് സ്പീഡിൽ പോകാനും പറ്റൂലേ. സൈഡ് ഓണാണെങ്കിൽ നമുക്ക് സൈഡിലേക്ക് പോയിരുന്നു. നമ്മൾ പോകണം റൈറ്റ് ഇതൊന്നുമല്ല, കാരണം ഇതിലൂടെ റോഡിലൂടെയാണ് സൈക്കിൾ ഓടിക്കേണ്ടതെന്നാണ് നിയമം. പക്ഷെ നമ്മൾ ഫുട്പാത്തിലൂടെ ഓടിക്കണം. അവിടെ ഒരു ചർച്ചത വീണ്ടും. ഈ നാട്ടിൽ വരുമ്പോൾ ഒരു മൈക്ക് സംഘടിപ്പിക്കണം. പക്ഷെ മൈക്കൊക്കെ കുത്താനിതിൽ ഹലോ നോക്കാം, ഞാൻ നോക്കി നോക്കട്ടെ. മിക്കവാറും ഉണ്ടാൻ ചാൻസ് കുറവായിരിക്കും, എന്നാലും ഞാൻ നോക്കി പറഞ്ഞുതരാം. അവിടെ 9 മണിക്ക് ക്ലോസ് ചെയ്യും. ആ ഒരു കൺഫ്യൂഷൻ അടിക്കേണ്ട, അതിലൊക്കെ സെറ്റ് ചെയ്യാം.
നമുക്ക് ചെയ്യാം. ഹലോ, നോക്കാം. നോക്കാം. നമ്മൾ ആ ചർച്ചിൻ്റെ അടുത്തെത്തുമ്പോൾ വീഡിയോ എടുക്കുക, അതാ നല്ലത്. ഇവിടെ സെൻറ്റിനിയൽ കോളേജ്, ഇത് കുറച്ച് ഫേമസ് ആയ കോളേജാണ്. റൈറ്റ് സൈഡിലുള്ള leads Google Ads. ടൈം കാണിക്കണേ 36, 9 മിനിറ്റും കൂടെ. ഹൈവേന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരാത്തതുകൊണ്ട്. ആ 401 ആണോ ബെസ്റ്റ്? നമ്മൾ സൺക്രീമൊക്കെ തേച്ചിട്ടാ വന്ന്. ഈ ലൈന് ആണോ മുകളിലത്തെ ലൈനാണോ? മുകളിലത്തെ ലൈനായിരിക്കും. ഇവിടൊക്കെ ശ്രദ്ധിച്ചൊരു വേറെ കാര്യം ഉണ്ടാവും. അതായത് ഇവിടൊക്കെ ചെറിയ റോഡാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതിപ്പോൾ 4 വരി എന്ന് പറയാനുള്ള റോഡൊക്കെ ഉണ്ടോ? നമ്മളവിടെയൊക്കെയുള്ള 4 വരി റോഡാണ്. പക്ഷെ റോഡിൻ്റെ
ഈ വീതി കുറയും, പക്ഷെ 4 വാരി ഇട്ടുണ്ട് കറക്റ്റ് ആ വണ്ടിക്ക് പോകാനെന്നുള്ള രീതിയിലെ. ഇങ്ങനെ ഒച്ച ഉണ്ടാക്കണതിന് എന്തോ റേഞ്ച് എന്നൊക്കെ പറയാം. റേഞ്ച് അങ്ങനെ എന്തോ എന്ന് പറയാം ആക്കണല്ലേ. എത്ര മിനിറ്റ് ഉണ്ട്? Come on dude, how many minutes? 7 മിനിറ്റും കൂടെ. ഓ ഇവിടെ വെയിലില്ല ഏതായാലും. താങ്ക് ഗോഡ്. ഉദ്ധവ് ശിവരാജൻ ഉച്ചായൻ ഒരു ക്രിസ്ത്യൻ പള്ളി ഏതാ? Illuminati Circle Board. ശരിക്കും യൂട്യൂബിലൊക്കെ നമ്മളൊരു റോഡ് കയറുമ്പോൾ ആ റോഡ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ റീച്ച് കുറച്ചും കൂടെ കയറാൻ കഴിയും. കാരണം ആൾക്കാരിപ്പോൾ ഈ റോഡ് സെർച്ച് ചെയ്യാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യും? സെർച്ചിൽ കയറി വരും. ഇപ്പോൾ ഏതാ മാർക്കം എന്താ ഒരു മാർക്കം എന്ത് ഈടോ നോക്കാം. മാർക്കം റോഡ്, മൈനർ റോഡ്, മൈനർ മാർക്കം. അപ്പോൾ ഇത് ഏത് റോഡാ? ഇത് മാർക്കം റോഡ്. അപ്പോൾ നമ്മൾ മാർക്കം റോഡിലൂടെയാണ് പോണത്. മുമ്പുള്ള കുറച്ച് ഡീസൻ്റ് ഒച്ചപ്പാടില്ലാത്ത ബൈക്ക്. ബൈക്കിന് ഏകദേശം ബൈക്ക് സൂപ്പർ ബൈക്കാണുള്ളത്. അതിന് കുറച്ച് വില ഉണ്ടെന്നുണ്ട്. ഊബർ ബൈക്കിലായാലും കുറച്ചും കൂടെ എളുപ്പമല്ലേ? പെട്ടെന്ന് ഓരോ സ്പോട്ടിൽ നിർത്താനും സൗകര്യം. അതിനും ഇൻഷുറൻസ് വേണ്ടി വരും $300-400. ബൈക്ക് ലൈസൻസ് എടുക്കാൻ നോക്കിയാലോ? ഹലോ, ഇപ്പോഴോ? ഇല്ല, 9 മണിക്ക്. നമുക്ക് നോക്കാം വരുന്ന ആഴ്ച. പ്രശ്നമില്ല, നമുക്ക് സെറ്റാക്കാം. വീട്ടിലെത്തിയോ? നമുക്ക് നോക്കാം ഏതായാലും. നാളെ നോക്കട്ടെ ഉണ്ടോന്നുള്ളത്. ഒരു മിനിറ്റ്, എന്നാ ശരിയേ. നമുക്ക് വേണ്ടി ഒരു ഷോപ്പ് തുറക്കാനാ? ഉണ്ടാവാൻ ചാൻസ് കുറവാ, സൺഡേ അല്ലേ. നോക്കാം. ഓക്കെ, ശരി. എത്ര മിനിറ്റാ? ഓക്കെ, ഈ റോഡിൽ നിന്നാണ് ലെഫ്റ്റ് ഇങ്ങനെ പോയിട്ട്. അപ്പോൾ
ഒരു 800 മീറ്റർ എത്തിയാൽ നമ്മളെ സ്ഥലത്തെത്തും. തനിനാടൻ ഫുഡ് ബേസിക് ഓപ്പൺ ഡ്യൂറിങ് റിനോവേഷൻ. കിട്ടിയില്ലെങ്കിലും 650 മീറ്റർ. ബ്രിമ്മൽ പോലീസ് നമ്മളെ കണ്ടു എന്നാണ് ക്യാപ്ഷൻ ഇട്ടല്ലോ, അഴുതിടാം. നോ ടാക്സ് ഓൺ ബ്രേക്ക്. വണ്ടി ഒന്നുമില്ല, എടുത്താലോ? ഇത്ര മിനിറ്റ് ഇനി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താറായി. ട്രാൻസിറ്റ് ഹീറോസ് വർക്ക് ഹിയർ. ഇതാണ് നമ്മളെ KSRTCയുടെ എന്ത് റിപ്പയർ ഷോപ്പ്. ഇവിടെ TTC. 500 മീറ്ററിനുള്ളിൽ നമ്മളെത്തും ലൊക്കേഷനിൽ. ബസ് ഒള്ളി, അല്ലാത്ത എന്തെങ്കിലും കടന്ന 500 ഫൈനാണ്. ശരിയല്ലേ? അട്ടപ്പുറത്ത് കിടക്കുന്ന TTC ബസ് സർട്ടിഫൈഡ് സർവീസ് ഷെവർലേൻ്റെ. ഖത്തറിൽ ഷെവർലെ എടുത്തിട്ട് ക്ഷീണം ഇതുവരെ മാറിയില്ല. സോണിക്കല്ലേ? ഹോഗാൻ ഹലോ, വേണ്ടടി, ഈ ആഴ്ചയും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യേ. ഓക്കെ, കിട്ടിയിട്ടില്ലെങ്കിൽ ഉള്ളതിട്ട് പോവുക. ഞാൻ പറഞ്ഞുതരാം, ആ സമയത്ത് പറഞ്ഞുതരാം. ഞാനിവിടെ എത്തി പരിപാടിയിൽ. ഒന്ന് വെയിറ്റ് ചെയ്യുവളെ. ഒരു ഡ്രസ്സല്ല ജീവിതത്തിൻ്റെത്. ഇല്ല, അത് തമിഴ് സ്റ്റൈലാടി ആ ഡ്രസ്സ്. എനിക്ക് കണ്ണിനേരെ കണ്ടുവിടാന്നറിയില്ലേ? എനിക്ക് സെറ്റ് ചെയ്യാ. ശരി എന്നാലേ.
ഇതാണല്ലോ ഇതിപ്പോൾ ഇവിടെ എന്താ എന്തിനാ തന്നെ ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് കാണാൻ പറ്റൂ നാളെ ഓപ്പൺ ആണോന്ന്. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യേ. എന്നാ ശരിയേ. ആ ഒരു 5 മിനിറ്റ് നോക്കി പറഞ്ഞുതരാം. എന്നാ ശരിയാ. ഇവിടെ ഇവിടെ ഇതിൻ്റെ ഉള്ളില്ല. ഓക്കെ ഗോട്ട് ഇറ്റ്. പ്രോഗ്രാം മനസ്സിലായി. ഇത് വേറൊരു പള്ളിയാണ്. ഇവിടെ അവർ ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. 9:30 ടൈമായിട്ടുണ്ട്. ചാർജ് കുറവാണ്. നമ്മുടെ സിൽവർ സ്പൂണിൻ്റെ അടുത്തുള്ളതാ. അത് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ മാപ്പിട്ട് എല്ലാം മാപ്പിട്ട് കഴിഞ്ഞാൽ ലൊക്കേഷനിൽ എത്തില്ല. അപ്പോൾ അങ്ങനെ എത്തിയതാണ്. ഏതായാലും നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാം. ഇടയിൽ വെച്ചിട്ട് എന്താവും, ഗോപ്രോ ചാർജ് കഴിയാനാണ്. അതിൻ്റെ ഇടയിൽ ചാർജ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ ചാർജ് തീരും. ഏതായാലും ശരി, ഓക്കെ, ബൈ. പവർ ബാങ്കിൽ ചാർജ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിഷയമല്ല, നമുക്ക് സംസാരിച്ച് പോവാം. ഇവിടുന്ന് അവിടെ വീട്ടിലെത്തുമ്പോൾ ഒരു 10 മണിയാവും. അതായത് 23 മിനിറ്റ് 7 കിലോമീറ്റർ കേട്ടോ. ഇത് വേറെ നമ്മൾ വന്ന റൂട്ടും അല്ല ഇത് കാണിക്കുന്നത്, വേറെ റൂട്ടാണല്ലോ കാണിക്കുന്നത്. ഇതാണ് മറ്റേ ഫേമസ് ആയിട്ടുള്ള എന്താ സിൽവർ സ്പൂണിൻ്റെ തട്ടകം. ഓക്കെ, ഇതിപ്പോൾ നമ്മളിരിക്കുകയാണ്. ഈ വഴിയായിരിക്കും മിക്കവാറും കാണിക്കുക, STC വഴി. നമ്മൾ ഇവിടുന്ന് ഒരു പ്രാവശ്യം നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ കാണിക്കാൻ കാരണം നമ്മൾ വന്നത് ഈ വഴിയാണ്, പോകുന്ന ഈ വഴി കാണിക്കാൻ കാരണം പിന്നെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വന്ന വഴിയിലല്ലോ പോകുന്നത്, അതുകൊണ്ടാണ്. അജയ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ബാംഗ്ലൂരിൽ ജൂനിയർ ആയിരുന്നു. ആദ്യമുള്ള അതേ നമ്പറിൽ കിട്ടാൻ, അന്ന് കിട്ടിയ പോലെ കിട്ടാൻ പോസിബിൾ ആണെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ എൻ്റെ പേരിലെടുക്കാം. അന്ന് അങ്ങനെ വീഡിയോ എന്തോ ഇതാക്കിയിട്ട് അങ്ങനെയല്ല എടുത്തത്. സാംസങ് എന്തായാലും ലെറ്റർ ഉണ്ടാക്കി അയക്കാം. Go slow, go slow, go slow, go slow, go slow, go slow, go slow. Go slow, go slow. Go slow, go slow, go slow. അവിടുന്ന് റൈറ്റ് അല്ലേ? 500 മീറ്റർ, സോറി, ഐ മീൻ ലെഫ്റ്റ്. ഇപ്പോൾ എത്ര ടൈം? 9:36 എന്നിട്ടും വെളിച്ചുണ്ട്.
ഒച്ചപ്പാട്. നമ്മൾ നേരെ റൂട്ട് കിട്ടുമ്പോൾ വിളിക്കാം. അത് കുറച്ച് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് ഓഫാക്കേണ്ടി വരും. കാരണം വലിയ ക്ലിയർ ഉണ്ടാവില്ല. വെറുതെ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും ഇവിടുന്നൊക്കെ ഓഫാക്കാം. അത് പിന്നെ ഇതിന് സബ്വേക്ക് വേണ്ടി പണിയുന്ന സ്ഥലമാണ്. പണിയുന്നത് തന്നെ ഇവിടുന്ന് ആണെന്ന് തോന്നുന്നുണ്ട്. സബ്വേൻ്റെ അടുത്ത ഇതൊക്കെ പോകുന്നത് എന്താണെന്നറിയില്ല. 7.8 കിലോമീറ്റേഴ്സ്. ഓക്കെ എങ്കിൽ എന്തെങ്കിലും നല്ല എന്തെങ്കിലും വരുമ്പോൾ ഓണാക്കാം ക്യാമറ. അസ്സലാമു അലൈക്കും. എന്താ വിശേഷം? എന്താ വിശേഷം? ഞാനൊരു ക്രോസ് ചെയ്യാണ്. എന്തൊക്കെയോ വണ്ടി എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഒരു മിനിറ്റേ. എന്താ പെട്ടെന്ന് കഴിഞ്ഞത്? കിടക്കുക. ഹലോ, കിടക്കാണോ? എന്തായിരുന്നു ഫുഡ്? തമിഴ് ഫുഡാ? നാടൻ ഫുഡോ? നാട്ടിലെ? ഓക്കെ ഓക്കെ. പിന്നെ വേറെന്താ ജോലി? വീട്ടിൽ ഞാൻ തിരിച്ചു പോവാം. അപ്പം ഇങ്ങനെ സൈക്കിളിൽ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ വിളിച്ചു പോകുന്ന ഒരു രസമല്ലേ അങ്ങനെ. പിന്നെ ജോലി എങ്ങനെയുണ്ട്? പിന്നെ മറ്റേ ജോലി തന്നെ ആണോ? മാറിയോ? JD അതെന്താ? TD. ഏതിലാണ്? മാർക്കറ്റിംഗ് ആണോ? ഏതിലാണ്? ഏതില്? ഓക്കെ. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഓക്കെ. അപ്പം ബ്രാഞ്ചിൽ ഇരുന്നാൽ മതിയെന്ന്. ഓക്കെ. ആരും പിടിക്കൊന്നും വേണ്ടാന്ന്. ഏതിലാ അപ്പോൾ? ഡെപ്പോസിറ്റാ? ഉഷാറായി. ഇനിയിപ്പോൾ ഏതായാലും ജോലി മാറുന്നുണ്ടാവില്ല അല്ലേ? ഓക്കെ. അതായത് ഫുള്ള് എന്താ പറയുക, തലവേദനയുള്ള ജോബ് ചെയ്യാന്ന് ചുരുക്കി പറഞ്ഞാൽ. ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒക്കെ എളുപ്പമല്ലല്ലോ ഇതല്ലേ? തലവേദനയുള്ള ജോബല്ലേ? GIC. ഓക്കെ. നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പം ഇടുന്ന സംഗതിയല്ലേ, ഫണ്ടല്ലേ അത്? ഓക്കെ. എന്നാ അവിടുത്തെ നാഷണാലിറ്റി ആവണേ? സമയം. അല്ല, അത് സ്പൗസ് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അങ്ങനെ കിട്ടൂല. പക്ഷെ സേഫ് ആയിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ. ശരി ശരി. ഓക്കെ. ഓക്കെ ഓക്കെ. പിന്നെ വേറെന്താ? നിങ്ങൾ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്കൊന്നും ഇറങ്ങുന്നില്ല. ടൊറൻറ്റോ അവിടെ തന്നെ കുറ്റി അടിച്ചിരിക്കുകയാണോ? അങ്ങോട്ട് കയറിയുണ്ടോ? അപ്പോൾ നയാഗ്ര വഴിയാ? അടിപൊളി. ഞാൻ വിസക്ക് അപ്ലൈ ചെയ്തിട്ട് പിന്നെ 2026 കിട്ടിയത് ടൈം.
ഓ അപ്പൊ എനിക്ക് കുറച്ചും കൂടെ എളുപ്പം അല്ല, മീൻസ് കുറച്ചും കൂടെ അടുത്ത ഡേറ്റ് ആണ് കിട്ടിയെന്നുണ്ട്. ഞാൻ ഒരു 6 മാസം മുമ്പ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് അപ്പോൾ കുറച്ച് ടൈം കുറഞ്ഞിട്ടല്ലേ കിട്ടിയത്? അവിടെ നിൽക്കണോ? പിന്നെ വരുന്നതിന് അപ്പോയിൻമെന്റ് എന്നൊക്കെ പറഞ്ഞ് തരുന്നത്? ആ പക്ഷെ ആ ടൈമിലൊന്നും കയറാൻ പറ്റില്ല. അയ്യേ, പക്ഷെ അന്ന് തന്നെ ഓക്കെ, പക്ഷെ അവർ അന്ന് തന്നെ എടുക്കും എന്തായാലും നമ്മളെ. ആള് എങ്ങനെ അവര് ചില പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാന്ന് ചോദിച്ചാൽ എല്ലാം ക്യാൻസൽ അടിച്ച് വിടുന്നു അർത്ഥം അല്ലേ? ഫാമിലി ഒന്നും ഉണ്ടെന്നൊക്കെ പറയരുത് എന്നൊക്കെ പറയാറുണ്ട് സാധാരണ. തന്നെ? പിന്നെ വൈഫിന് വേണ്ടി വരില്ലല്ലോ, അവള് ഇവിടുത്തെ സിറ്റിസൺ ആയതുകൊണ്ട് അല്ലേ? പിന്നെ എന്നിട്ട് കയറി എവിടെ എത്തി? ന്യൂയോർക്ക് എത്തിയോ? എത്ര ഡ്രൈവ് ഉണ്ട്? 8 മണിക്കൂർ. ഓക്കെ അതെ, ഓക്കെ ശരി. ഒരു സൈഡിലേക്ക് തന്നെ അല്ലേ? ക്രൂസ് ഇട്ടാ മതി. എൻ്റെ വീഡിയോ ഒക്കെ എടുത്തുകണോ? നിൻ്റെ ഇൻസ്റ്റഗ്രാമിലൊന്നും അങ്ങനെ വരുന്നില്ല എന്തുകൊണ്ട്? ഇടാറില്ലല്ലോ? അങ്ങനെ ഞാൻ വന്നൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഫേസ്ബുക്കിൽ അങ്ങനെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഞാൻ എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ കയറി നോക്കും എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ. വീഡിയോ കാണാം അല്ലേ? ഞാൻ ഞാൻ ചില പേജുകൾ മാനേജ് ചെയ്യണോണ്ട് ഇങ്ങനെ മാർക്കറ്റ് പ്ലേസ് എന്തെങ്കിലും നോക്കാൻ. അതെ, വണ്ടിയുടെ മാറ്റുന്നുണ്ടോ? ഓക്കെ, വലിയ സാധനങ്ങളെ വില നോക്കി. ഫെറാറിൻ്റെ ഒക്കെ ഓക്കെ ഉണ്ടോ മാർക്കറ്റ് പ്ലേസിൽ? ആ കുന്നോളം കിട്ടുള്ള. ഇപ്പൊ സാധാ പോലെ തന്നെ അല്ല ഇപ്പൊ വർക്ക് വരുന്നത്? മറ്റേ പോലെ ശനി ഞായറൊന്നും ഇല്ലല്ലോ. ഒരു മാസത്തിലല്ലേ? ഞാൻ ചിലപ്പോൾ ഇനി അവിടെ മിൽട്ടണിൽ വരുമ്പോൾ ഞാൻ വിളിക്കുമ്പോൾ ചിലപ്പോൾ നീ ആ സാറ്റർഡേ വർക്കിംഗ് ആയിരിക്കും. അതാ
ആ ഓക്കെ, ജൂലൈ അല്ലേ? ഓക്കെ. മിക്കവാറും ഒരു കല്യാണം അടുത്ത് വരുന്നുണ്ട്. പിന്നെ ഞാൻ അത് ഇവിടുത്തെ റിലേറ്റീവ് തന്നെയാണ്. അവരെ മകളുടെ കല്യാണം. ഏത് സ്ഥലമാണെന്നൊന്നും ഞാൻ ഇപ്പോൾ ചിന്തിച്ച് വെച്ചിട്ടില്ല. പക്ഷെ മിൽട്ടൺ ആ ഏരിയയിലാണ്. ഞാൻ നോക്കിയിട്ട് ഏതാ സ്ഥലം എന്നുള്ള ഒരാഴ്ച മുമ്പ് ഞാൻ നിന്നോട് പറയാം. അപ്പോൾ നിൻ്റെ അടുത്താണോ എന്നുള്ള ഒന്ന് പറയണേ. പിന്നെ വീടൊക്കെ അറ്റകുറ്റ പണികളൊക്കെ നടക്കുന്നുണ്ടോ? ശരിയെങ്കിൽ ഞാൻ വരുന്ന സമയത്ത് വിളിക്കാം നിന്നെ. ഒന്ന് ലൊക്കേഷൻ ഒന്ന് അയച്ചു വിടും. എന്നാൽ ഏകദേശം നോക്കിയിട്ട് ഞാൻ നിൻ്റെ ഒരു ടൈം അനുസരിച്ച് ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഞാനും വൈഫായിട്ട് അങ്ങോട്ട് ഇറങ്ങാം. നീ ഏതെങ്കിലും ഒന്ന് ലൊക്കേഷൻ അയച്ചു വിട്ടോ. ഞാൻ ഈ ജൂലൈ മാസം തന്നെ ഏതെങ്കിലും ഒരു ടൈം നോക്കിയിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. ഓക്കെ, അങ്ങനെ ഓക്കെ. പിന്നെ സാറ്റർഡേ ആവണോ സൺഡേ ആവണോ ഇറങ്ങുന്നേ? ഓക്കെ, ഒരു സൺഡേ നോക്കിയിട്ട് അങ്ങനെ ഇറങ്ങാം. ഈ മാസം തന്നെ കാണാം. ഏതായാലും വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞില്ലേ? ഓക്കെടാ, എന്നാൽ ശരിയേ. ഓക്കെ. ഇത് 401 ആണ്. അജയ് അതായത് ജൂനിയർ ആയിരുന്നു ശരിക്കും. അങ്ങനെ ഇവിടെ എത്തിയൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ കണക്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ വർഷത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ സംസാരിക്കും. അപ്പം അങ്ങനെ ചോദിച്ചപ്പോഴും അവന് ഇവിടെ എത്തിയെന്ന് പറഞ്ഞു. നമ്മൾ വരുന്നതിൻ്റെ ഒരു 6 മാസം മുമ്പാണ് എത്തിയത്. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ ചില സമയത്ത് അവൻ പിക്ക് ചെയ്യില്ല, ചില സമയത്ത് തിരിച്ച് വിളിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ പിക്ക് ചെയ്തിട്ട് ഞാൻ പറയും കേട്ടോ, തിരക്കാണെങ്കിൽ തിരക്ക് എന്ന് പറയും. ശരിക്കും നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത്. നമുക്കൊരു എന്താ പറയുക, അതിന് സമയം തിരക്കാണ്, ഞാൻ പിന്നെ തിരിച്ച് വിളിച്ചോട്ടെ എന്ന് പറയുന്നത് അതായിരിക്കും എപ്പോഴും കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ അവനോട് ഞാൻ പറഞ്ഞു അങ്ങനെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ തിരിച്ചു വിളിച്ചു. നമ്മളെ STC എത്തിന സ്കാർബറോ ടൗൺ സെൻറ്റർ അവിടെയൊക്കെ ആയിട്ട് ടൈറ്റലക്സിൻ്റെ ആ ഭാഗത്തൊക്കെ അല്ല, ഈ സൈഡിൽ. ഓക്കെ, ഇതാ വാൾമാർട്ട്, ഐക്കിയതാ. ഇത് നമ്മളെ ഈ ഹൈവേയിലേക്ക് കയറുന്ന റോഡാണ്. ഈ ഹൈവേയിലൊന്നും വണ്ടിയൊന്നും പ്രവേശനമില്ല കേട്ടോ. വണ്ടികൾ കയറി നോക്ക്. പ്രോഗ്രസ് അവന്യൂ. ഓക്കെ, ഇനി ഇവിടുന്ന് ടൗൺ സെൻറ്ററിൽ നിന്നൊരു 15 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. 15 ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇവിടെ ഇറക്കാണല്ലോ കുറച്ചാനെ. ഇതെന്താണാവോ? എവിടെയൊക്കെ അറിഞ്ഞിട്ടുള്ള ചെറിയ ബ്രേക്കൊക്കെ ഉണ്ട്. നമ്മൾ ഇത് പോലും നോക്കുന്നില്ലല്ലോ, വഴികൾ പോലും നോക്കുന്നില്ലല്ലോ. മാക്സിമം 50 കിലോമീറ്റർ
പാർക്കിംഗ് 3 അവർ. എവിടെ 3 അവർ? ലൈറ്റിൻ്റെ അവസ്ഥ എന്താവും? ലൈറ്റ് ചാർജ് ഡിസ്ചാർജ് ഉള്ള 2 നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല. വണ്ടിയൊക്കെ ഒന്ന് എന്താ ചെയ്യുക, എന്തൊക്കെയൊക്കെ ചെയ്തിട്ട് റെഡിയാക്കണം. ഓ, ഈ സൈഡിലാണെങ്കിൽ മറ്റേ ഇതില്ല, ഇങ്ങനെ പോകുന്ന സാധനമല്ല. അപ്പർ സൈഡിലാണ്. ശരിടാ എടാ മോനെ, ഒന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യണം തോന്നുന്നുണ്ട്. നോക്കട്ടെ, കുറേ വണ്ടികൾ വരുന്നുണ്ടോ? ഏറ്റവും സേഫ് ക്രോസിനാണ്. ക്രോസ് ചെയ്യാം. അവിടെയില്ല വണ്ടി. ഇവിടെ വെള്ളം ചാടുണ്ടല്ലോ. തോട്ടിലേക്ക് ചാടിപ്പോണ് വെള്ളം. അല്ലോ, ഇതും ശ്രദ്ധിക്കണം. ഒന്നും മനസ്സിലാവണില്ല. സ്ഥലം മാറിയോ? ഇനി 2 കിലോമീറ്റർ ഉള്ളൂ. ഓ, ഇനിയും 15 മിനിറ്റ് കാണിക്കണ്ടോ? ഹൈഡ്രനോ കോറിഡോർ, ഗെറ്റിനോ കോറിഡോർ. സ്ലൈഡിലൂടെയാണ് പോണത്. ഞാൻ ഒരു 10:10 എത്തി അവിടെ. ഓക്കെ, ശരി. ഹിന്ദിയാണല്ലോ, ഇന്ത്യ അല്ല. All
All Star wins. ഒന്നര 13 മിനിറ്റ് 3 കിലോമീറ്റർ അല്ലേ 4 കിലോമീറ്റർ ഇന്ത്യ വിട്ടാ വേറെ ഷോർട്ട് കാണിച്ച് തന്നിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഇടയിൽ. കോറിഡോർ ഇതിലൂടൊന്നും പോകണ്ട, നമുക്ക് നേരെ റൂട്ടുമ്മ കൂടെ തന്നെ പോയാൽ എത്താം. മറ്റെന്താ പറഞ്ഞാൽ ബ്രിംലി റോഡാണോ? Now selling urban towns in downtown. നീര് പോവാ. അതെ കുറേ ഇരുട്ടല്ല, അപ്പോൾ ഇതാക്കണ്ടേ ക്യാൻസൽ. നമ്മൾ റൂട്ട് ഇവിടെ തെറ്റിയാണ്. ഏതായാലും സൈക്കിൾ റൂട്ട് 3 കിലോമീറ്റർ തന്നെയാണ് കാണിക്കുന്നത്. നമുക്ക് പിന്നെ ശരിക്കും ഇങ്ങനെ ഇത് വെക്കാൻ പറ്റില്ല, വണ്ടി ഇടാൻ പറ്റില്ല ഈ പാത്ത് വേ കവർ ചെയ്തിട്ട്. ഇതിലൂടെ പോയാൽ കിട്ടുമോ നോക്കട്ടെ. മറ്റേ പാർക്കിലൂടെ ഈ നേരത്ത് പോകണത്. ഇതിപ്പം 8 കിലോമീറ്റർ 3 കാണിക്കുന്നുണ്ട്. നമുക്ക് ആ വഴി പോവാം. കാർ റൂട്ട് തന്നെ പിടിക്കാം. ഇതൊക്കെ എങ്ങനെ കാണിക്കുന്നത്? ഇങ്ങനെ പോയിട്ട് ഓക്കെ 10-ന് 10 ആ സമയത്ത് എത്തുമെങ്കിൽ ആ സമയത്ത് പോവാം. ഇവിടുന്ന് ഇങ്ങോട്ട് ടേൺ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അതാലോചിച്ച് നോക്ക്. കാറ് 10 മിനിറ്റ്, സൈക്കിളും 10 മിനിറ്റ്. എന്ത് കണക്കാ? ഫുള്ള് കൺഫ്യൂഷൻ ആക്കുന്ന റോഡ്. ബ്രാൻഡ് ഫുഡ് അയ്യോ ഇവിടുന്ന് ഓക്കെ. ഇരുടായതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്യുന്നുണ്ട്. ഈ ഗെറ്റിനോ ഹൈഡ്രോക്കോ ഇങ്ങോട്ടേക്കാണ് ടേൺ ചെയ്യാൻ പറയുന്നത് അവർ. അതല്ലാതെ നേരെ പോവാം. ഒന്ന് ബ്രേക്ക് കൊടുക്കട്ടെ, കുറച്ച് അപ്ലൈങ് ബ്രേക്ക്. ഇത് ഏത് കൂടെ കമാ. ഓക്കെ, അവിടുന്ന് ഇനി അവിടുന്ന് ലെഫ്റ്റ് അടിക്കാൻ പറയുന്നു.
6 മിനിറ്റ്. ഇല്ല, ഫിസിക്സ് പഠിച്ചിട്ട് എന്താ കിട്ടിയെന്ന് കണ്ടില്ലേ? ഇതിലൂടെ അപ്പോൾ ഇത് ഇറക്കല്ല. അപ്പോൾ നമ്മൾ ഇതിലൂടെ ഇങ്ങനെ ചെരിഞ്ഞ് വണ്ടി ഓടിക്കുമ്പോൾ എന്താവുണ്ട്, പിന്നെ നമുക്ക് മെല്ലെ പോകാൻ കഴിയുന്നുണ്ട്. അത് ഫിസിക്സിൻ്റെ ഒരു ഗുണമല്ലേ. ഇങ്ങനെ നമ്മുടെ ലൈഫിൽ കുറേ സംഗതികൾ മാത്സ് ഫിസിക്സൊക്കെ ആയിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടാവും. അന്ന് തിലകന് എന്താ ഗണിതം എന്ന് പറഞ്ഞ ഗോളാണ്, എന്തോ ചലന എന്നൊക്കെ പറയുമ്പോൾ തിലകൻ വില്ലനല്ലേ. തിലകൻ വില്ലനാ ഇപ്പം മോഹൻലാലിന് വേണ്ടി കൈയടിച്ച്. പക്ഷെ സത്യം തന്നെയാണ് അയാൾ പറഞ്ഞത്. ഇതൊരു വൈറ്റ് കളറിലുണ്ടാക്കിയാണ്. ഇനി എത്ര ഉണ്ട്? ഓക്കെ, ഇനി നമുക്ക് അവിടെ നിന്ന് റൈറ്റ് പോയിട്ട് സ്ട്രെയിറ്റ് പോകുന്നതായിരിക്കും മിക്കവാറും കാണിക്കുന്നത്. ഇവിടെ നല്ല തണുപ്പിട്ട്, അത് ഇവിടുന്ന് കാടായിരിക്കും ചിലപ്പോൾ. ഇതാണ് മരങ്ങളെ കൊണ്ടൊക്കെ ഉള്ള ഗുണം. ഈ ഭാഗത്തിപ്പം തണുപ്പ്, ഇപ്പം വീണ്ടും ചൂടായി. സ്ഥലം പിടുത്തം കിട്ടിയ കണ്ടുപിടിച്ചു. ഇനി ഇവിടുന്ന് സ്ട്രെയിറ്റ് പോയ നമ്മളെ വീടിൻ്റെ അവിടെ. നമ്മളെപ്പോഴും പോകുമ്പോൾ അവിടെ നിന്ന് വരുന്ന വണ്ടിയെ ക്രോസ് ചെയ്യണം. അതൊക്കെ വളരെ ബാഡ് ടേൺ ആണ് നമുക്ക് എടുത്തത്. ഇത്ര സ്പീഡിൽ അങ്ങനെ ഒന്നും പോകാൻ പറ്റില്ല. ഇതെന്തോ വലിയ ഹോസ്പിറ്റലാണെന്തോ ഉണ്ട്. ഇവിടെ നമുക്ക് 4 മിനിറ്റേ ഉള്ളൂ, 2 കിലോമീറ്റർ ദേ എന്ന് പറഞ്ഞിട്ട് എത്തും. വേറെ വണ്ടി ഒന്നും ഇല്ലാണ്ട് പോവാം. ഓക്കെ ദെൻ, ഇപ്പോൾ ആർക്കാണെങ്കിലും എടുത്തുണ്ടാവാം. വലിയ നല്ല സോഫകളൊന്നുമല്ല, എന്നാലും ഞങ്ങൾ 3 മിനിറ്റും കൂടെ ഉള്ളു. 10:18 എത്തുന്നതാണോ കാണിക്കുന്നത്? നല്ല ഡ്രൈവർ നോക്കിയും കണ്ടു നിർത്തി തന്നെ. സ്കാർബ്രോ ഹൈ അസോസിയേഷൻ. കുറച്ച് വെള്ളം കുടിക്കട്ടെ, ടയേർഡായി. അടുത്തുള്ള കടകളാണ്. મને નથી જોતું, કેમ કે પાછળથી પૂરેપૂરી તારી જિંદગી બગડે, મારી જિંદગી બગડે, એ વસ્તુ આપણે નથી કરી શકતા. ഈ ലെഫ്റ്റ് കാണുന്ന ഒരു തമിഴ് സൂപ്പർ മാർക്കറ്റാണ്. തമിഴോ ശ്രീലങ്ക എന്തായാലും തമിഴ് വംശജർ. ഭയങ്കര തിരക്കാണ് അവിടെ ആ സൂപ്പർ മാർക്കറ്റിൽ. 10 മണിയായി അവർക്ക് ക്ലോസ് ചെയ്യുകയാണ് അവർ.
ബസ് എത്താറായി. അവിടെ നിന്ന് എന്ത് ചെയ്യാം, നമ്മൾ ലെഫ്റ്റ് അടിച്ചിട്ട് പോകണം. ബ്രേക്കില്ലാത്തതുകൊണ്ടാണ് നമ്മൾ സ്പീഡ് പോകാത്തത് കേട്ടോ. നമ്മുടെ കഞ്ചാവിൻ്റെ ഷോപ്പാണ് ആ പച്ച കളറ്, കഞ്ചാവ് ഷോപ്പ്. ഇനി കുറേ ഒന്നുമില്ല, ഇനി കുറച്ച് ഇരുട്ടായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ വെളിച്ചം ഉണ്ടാവും, എന്നാലും വെറുതെ ഇങ്ങനെ ഓണാക്കിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ബൈ ഗുഡ് നൈറ്റ്. ഇരുട്ടായതുകൊണ്ടാണ് പോകാനുള്ള വഴിയുണ്ട്, പക്ഷെ ക്യാമറ ക്യാപ്ചർ ചെയ്യാനുള്ളൊരു വെളിച്ചം ഉണ്ടാവില്ലല്ലോ. അപ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇതിനെക്കുറിച്ച്, ദൈവം തന്ന കണ്ണിനെക്കുറിച്ച്. ഇത് വെച്ചിട്ട് നമുക്ക് അവിടെ ആര് വരുന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ കഴിയില്ലേ, പക്ഷേ ക്യാമറക്ക് പകർത്താൻ കഴിയുമോ? എത്ര ഹൈ എൻഡ് ക്യാമറ ആണെങ്കിലും കിട്ടുമോ? എനിക്ക് തോന്നുന്നില്ല. എന്നാലും അതിനൊക്കെ എക്സ്പെൻസീവ്, അങ്ങേയറ്റം എക്സ്പെൻസീവ് അല്ലേ. അതാണ് നമുക്ക് ദൈവം ചെയ്തു തന്നത്, ഫ്രീ ആയിട്ട്, ഒരു പൈസയും ഇല്ലാതെ, അത്ര ഹൈ ക്വാളിറ്റി എക്സ്പെൻസീവ് സാധനം തന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ടേ? ദൈവത്തോടൊന്നും പ്രാർത്ഥിക്കണ്ടേ? 5 നേരം പ്രാർത്ഥിക്കണ്ടേ? ഇനിയിപ്പോൾ ഇതൊന്നും ദൈവമല്ല തന്നെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ പിന്നെ ഉണ്ടായി? ഓട്ടോമാറ്റിക് ഉണ്ടാവാൻ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഓട്ടോമാറ്റിക് ഉണ്ടാവുമോ? ആർക്കറിയാം. ഏത്യസ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ വരൂ, കമൻറ്റ് ചെയ്യും, നമുക്കൊരു ഫ്രണ്ട്ലി ഡിസ്കഷൻ ആവാം. നിങ്ങളെ വ്യൂസും അറിയാൻ പറ്റുമല്ലോ. ഇവിടുത്തെ നിസ്കാര സമയങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. സുബഹി 4:15, ളുഹർ 1 മണിക്കാണ് നിസ്കരിക്കുന്നത്, ഒരു 1:30 കഴിഞ്ഞിട്ട്. പിന്നെ അസർ 5:30, മഗ്രിബ് 9:15, ഇഷ 10:50. അതിന് ഇങ്ങനെ എക്സ്റ്റെൻഡ്, കാരണം എന്താ പറഞ്ഞാൽ ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ നാടൊക്കെ പെർഫെക്റ്റ് ലൊക്കേഷനിലാണുള്ളത്. പക്കാ ലൊക്കേഷൻ. ഇന്ത്യയൊക്കെ നമസ്കാര സമയം വലിയ ഡിലേ ഇല്ല, സൂര്യന് വളരെ കുറച്ച് ദൂരത്താണ്. ഇവിടെയൊക്കെ എല്ലാം അടുത്താണ്, എന്നിട്ടും അവർ ഇതൊക്കെ ബിൽഡ് ചെയ്ത് നല്ല ഭംഗിയിൽ സംരക്ഷിച്ച് പോകുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ. എല്ലാം നല്ല രീതിയിൽ. നമ്മൾ പിന്നെ അങ്ങനെ ഒരാളതിന്ന് കേട്ടതാണ്, ഒരു ടി വിയിലാണ് കേട്ടത്. കുറച്ച് ആൾക്കാർ ടൂർ പോകാൻ വിദേശത്തെത്തും, അങ്ങനെ യൂറോപ്യൻ കൺട്രീസ്. അപ്പം പറയാം, ലോകത്തെ ഏറ്റവും സുന്ദരമായ സ്ഥലം നമ്മുടെ നാടാണ്, കേരളമാണ്. പക്ഷെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ പൗരബോധമുണ്ട്. പൗരബോധം തന്നെ എങ്ങനെ ക്ലീൻ ചെയ്യണം കാര്യങ്ങളൊക്കെ ഉള്ള പൗരബോധമുണ്ട്. അതുകൊണ്ട് ഇതെന്ത് ചെയ്ത് സുന്ദരമായ നാടാണ്. അതായത് മനുഷ്യന്മാരെ മനസ്സാണ്, മനുഷ്യന്മാർ മനസ്സ് നന്നായി, സ്ഥലം നന്നാക്കി ഇങ്ങനെ പച്ചപ്പ് പിടിപ്പിച്ചാൽ, ഇങ്ങനെ വെറുതെ ത്രോ ചെയ്യാതിരുന്നാൽ നമ്മുടെ നാട് ഏറ്റവും നല്ല സുന്ദരമുള്ള നാടല്ലേ. നമ്മൾ ശരിക്കും ഈ ഭരണം ഒന്ന് ലെവലാക്കി കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്നതാണല്ലോ. എന്തായാലും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ലാൻഡ് ലോഡ് എന്താ UK എല്ലാവരും കൂടെ ഫാമിലി ട്രിപ്പായിട്ട് UK പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ശരി, ബൈ.